Hello, good afternoon. Good afternoon. നമ്മുടെ പിള്ളേര് കുറവാണ് ഇപ്പൊ ആൾക്കാർ കയറാറല്ലേ? അതെ, കംപ്ലീറ്റ് ചെയ്ത് പോയിരിക്കും ചിലപ്പോ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, ഏകദേശം എത്ര പേരുണ്ടാവാറുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യാറുണ്ടോ? ഇന്നലെയൊക്കെ എത്ര പേരുണ്ടായി? 20 അത്രേ ഉള്ളൂ. 99 ഉണ്ട്. ഇനി ഒരാൾ 1-2 പേരൊക്കെ വരാനുള്ളൂ തോന്നുന്നു അല്ലേ? ഓക്കെ, 20 ആയി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ കയ്യിലല്ലേ? നമ്മള് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിലുണ്ട്. അതിലില്ലേ എല്ലാവരെയും? മറന്നുപോയാണ് എന്നെയും മറന്നു തോന്നുന്നു. കഴിഞ്ഞ ട്യൂസ്ഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് മുന്നത്തെ ദിവസം എന്തോ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? ചെയ്ത് തുടങ്ങാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബോത്ത് മാസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് ആദ്യത്തെ തന്നേക്കണേ അല്ലേ? അതല്ലേ ചോദ്യം? കയ്യിലിരിക്കുന്ന ചോദ്യം തന്നെയില്ലെന്നും നോക്കാൻ വേണ്ടിയിട്ടേ ചോദിക്കണേ. അതെ അതെ. ഓക്കെ, 32 into 5 plus 72 divided by 18 minus 12 plus 48 divided by 3. അത് ബോത്ത് മാസ് ബ്രാക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വന്നേക്കണേ. അന്ന് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ആൻസർ? നമുക്ക് 32 into 5 plus 72 ഹരണം 18 മൈനസ് 12 പ്ലസ് 48 ഹരണം 3 അല്ലേ? ഇത്രയാണ് ക്വസ്റ്റ്യൻസിൽ വന്നത്. ക്വസ്റ്റ്യൻ മിസ്സേ ബോർഡ് കാണുന്നില്ലല്ലോ. ബോർഡ് കാണണില്ലേ? ഇല്ല, അത് കുത്തനെ ഉള്ളത്. മനസ്സിലായി. കാണണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ? ഞാൻ തിരിച്ചുപിടിച്ച് എഴുതാം, അതായത് നല്ലത്. ക്വസ്റ്റ്യൻ കണ്ടോ? കണ്ടു. ഏതാദ്യം ചെയ്യണ്ടേ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം അല്ലെ? ബ്രാക്കറ്റ് അല്ലേ ആദ്യം ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ക്രിയ ആദ്യം ചെയ്യാം. ഇങ്ങനെ എഴുതി നോക്കാം. അതെ, ശരിയായി. അതായത് നമ്മള് കുറച്ച് വീതിയുള്ള സ്ഥലം വെച്ച് നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നത്. ഓക്കെ, 12 പ്ലസ് 48 ഹരണം 3. ഇതാണ് നമ്മളുടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്. അപ്പൊ ബ്രാക്കറ്റ് ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ചെയ്യാം. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തും നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് മാസ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ഏതാ ചെയ്യണ്ടേ? 12ന്റെ കൂടെ 48 12ന്റെ കൂടെ 48 കൂട്ടരുത്. പക്ഷെ അതിനു മുമ്പ് വി ഹാവ് ടു ഡിവൈഡ് 48 divided by 3. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 16 അല്ലെ? 16 into 3 ആണ് 48. ഓക്കെ, ഇനി ആ 16ഉം നമ്മുടെ 12 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കിട്ടും? 28 അല്ലെ?
അപ്പൊ 28 എന്നുള്ളത് ബ്രാക്കറ്റ് ക്ലിയർ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഭാഗമാണ് 28. ഇനി അതിന്റെ കൂടെ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. ഓക്കെ, ബാക്കിയുള്ളത് ചേർക്കാന്ന് പറഞ്ഞാൽ 32 × 5 പ്ലസ് 72 ഹരണം 18 പ്ലസ് എത്രയാ പറഞ്ഞത്? നേരത്തെ എത്ര എഴുതിയത്? 20 അല്ല 20 പ്ലസ് അല്ല മൈനസ്. 26 മൈനസ് അല്ല ഇവിടെ. മൈനസ് എവിടെയാ? ഇവിടെ മൈനസ് ആണല്ലോ. ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്ലസ് അല്ല. ഓക്കെ, ഇത് ഇവിടെ മൈനസ് ആണ്. -26 ആണ്. ഓക്കെ, 16 26 അല്ല 28. അതെ 28. സോറി 28 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും ഇതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു ബോത്ത് മാസ് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ഒരു ഡിവിഷൻ കിടക്കുന്നുണ്ട്. 32 × 5 വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ, കാരണം നമ്മുടെ മറ്റേ 72നെ ബാധിക്കുന്നില്ല. 72 ഹരണം 18 അതും ചെയ്യേണ്ടി വരും. 32 × 5 നമുക്ക് നേരെ താഴോട്ട് വേണമെങ്കിൽ കൂടി ചെയ്താൽ 32 × 5 എത്രയാ? 160. 160 പ്ലസ് 72 ഹരണം 18 ഹരിക്കണം. അതിനുശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 5ന്റെ കൂടെ 72 കുടിക്കണം 4 പ്രാവശ്യം. 4 - 28 അല്ലെ? ഇങ്ങനെയാണ് വരിക. അതായത് 160-നൊപ്പം 160 കിട്ടിയത് 32 5 കൂടി ഗുണിച്ചപ്പോഴാണ്. അത് തമ്മിൽ ചെയ്തു. നമുക്കറിയാം ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ആ ഡിവിഷൻ നമ്മുടെ 32 × 5നെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ താഴേക്ക് കണക്ക് ചെയ്യാം. അതിന് കുഴപ്പമില്ല. അപ്പൊ പ്ലസ്, അതായത് 5നെ 72ന്റെ കൂടെ കൂട്ടിയിട്ടല്ല നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. 32 × 5 ഒരുമിച്ചാണ് കിടക്കുന്നത്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് എഴുതി. 72 ഹരണം 18 ഒരുമിച്ചാണ് കിടക്കുന്നത്. അത് ഹരിച്ചിട്ട് താഴെ നമ്മൾ ഉത്തരം എഴുതിയിട്ടത് 4 ആണ്. -28 അങ്ങനെ എഴുതി. അപ്പൊ 160ന്റെ കൂടെ 4 കൂട്ടുക, 28 കുറയ്ക്കുക. സോ യുവർ ആൻസർ ഈസ് എത്ര കിട്ടി? 160ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര കിട്ടും? 36. 4. അതിൽ നിന്ന് 28 കുറച്ചാലോ? 136. 136. 144, 144, 164, 136, 168 ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോയ്സസ് തന്നിരിക്കുന്നത്. അപ്പൊ 136 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിട്ടിയോ എല്ലാവർക്കും? 136 കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ ഇതാണ്. 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 5/6 അതാണ് ചോദ്യം. എന്ത് ചെയ്യണം? ഒന്ന് ബൈ 2 ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. ചോദ്യം നിങ്ങൾക്ക് നേരത്തെ തന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ പറയാം. 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 5/6. എത്ര കിട്ടി പറഞ്ഞോ? എല്ലാവരും ആൻസർ. 11/4 ഉണ്ട്, 15/4 ഉണ്ട്, 6 ഉണ്ട്, 3/2 ഉണ്ട്. ഇതിലേതെങ്കിലും ഉത്തരം ഉണ്ടോ എന്ന് അറിയോ? ഇവിടെ കൊടുക്കുന്ന ആൻസറിന്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം ഉത്തരം. 11/4, 15/4, 6, 3/2. 11/4 ആണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ നോക്കുക? 11/4. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറുകളാണ് മുകളിൽ. അതായത് 1/2, പിന്നെ തുടങ്ങിയത് 2/3, പിന്നെ തുടങ്ങിയത് 3/4, പിന്നെ തുടങ്ങിയത് 5/6 ആണ്. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യകളില് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഇന്നത്തെ 6 ആണ്. അപ്പൊ 6 ആക്കാൻ വേണ്ടിയിട്ട് എത്ര കൊണ്ടൊക്കെ ഗുണിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഗുണിക്കാം. ഇവിടെ 2നെ 6 ആക്കാൻ 3 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ 3നെ 6 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. 4 സോറി 6 അല്ലല്ലോ, 4 ഉണ്ടല്ലേ ഇതിനിടയ്ക്ക്. 12 ആക്കണം അല്ലെ? 12 ആക്കണം. 12 ആണ് ആക്കണേ. ഞാൻ 4 ഇടയില് ശ്രദ്ധിച്ചില്ല. അപ്പൊ 12 ആക്കണം. 1/2 12 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് അല്ലേ? ഓക്കെ. 2/3 അതിനെ 12 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. പ്ലസ് അടുത്തത് ഏതാണ്? 3/4 അതിനെ 12 ആക്കാൻ 3 കൊണ്ട് അടിയിൽ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 5/6 12 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അടിയിൽ മുകളിൽ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 × 6 6 6/12 ആണ്.
പ്ലസ് എല്ലാത്തിനും നമ്മൾ കോമൺ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാത്തിനും നമ്മൾ 12 ആക്കാനേ പോണേ. അപ്പൊ പിന്നെ ആ 12 ഒരുമിച്ച് എല്ലാം റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ഗുണിക്കാൻ വേണ്ടി എഴുതിയ സംഖ്യ മുകളിൽ എഴുതി അംശത്തോടൊപ്പം ഗുണിച്ചേക്കുക. അപ്പൊ ഒന്നാമത്തേല് 1 × 6 കിട്ടും, രണ്ടാമത്തേല് 2 × 4 8 കിട്ടും, പ്ലസ് അടുത്തതില് 3 × 3 9 കിട്ടും, പ്ലസ് അടുത്തതില് 5 × 2 10 കിട്ടും അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് ബൈ 12 ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ എത്ര കിട്ടുക? 19 20 27 27 6 33 33/12 ആണ് കിട്ടുക. പക്ഷെ നമ്മുടെ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ 33/12 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3ന്റെ ടേബിൾ കൊണ്ട് ഇത് രണ്ടിനെയും ചെറുതാക്കാൻ പറ്റും. ചെറുതാക്കി നോക്കാം അല്ലെ. 3ന്റെ ടേബിളിൽ പോവില്ലേ 33? ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലേ 3 കൊണ്ട്? അതെ. ഓക്കെ, അതെ. 3 33 11 പ്രാവശ്യം, അതുപോലെ തന്നെ എന്താ പറയാ 12 4 പ്രാവശ്യം. സോ ആൻസർ കിട്ടുന്നത് 11/4 ആണ്. ആൻസർ എന്ന് പറയുന്നത് 11/4. അതിവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലുണ്ട്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളൊക്കെ ഇങ്ങനെ ഛേദം വ്യത്യസ്തമായിട്ട് വരുമ്പോ ഛേദങ്ങളെല്ലാം തന്നെ ഒരുപോലെ ആക്കണം, ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കുറെ നീണ്ട കുറെ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറെ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ LCM കാണുക. LCM കാണുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാന്ന് നോക്കുക, അതിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ആദ്യമേ തന്നെ അതിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ 6 ആണ് ഇതിനകത്ത് കിടക്കുന്ന ഏറ്റവും വലിയ ഡിനോമിനേറ്റർ. പക്ഷെ എല്ലാ സംഖ്യകളും 2നെ 6 ആക്കാം, 3നെ 6 ആക്കാം, ബട്ട് 4 നമുക്ക് 6 ആക്കാൻ പറ്റില്ല. സോ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും നിയറസ്റ്റ് ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 6ന്റെ ഗുണിതമായ ഏതെങ്കിലും ചെറിയ തൊട്ടടുത്ത സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയപ്പോ 6ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ 12 ആണ്. 12 ആക്കാൻ പറ്റുമല്ലോ. 2നെ 12 ആക്കാം, 3നെ 12 ആക്കാം, 4നും 12 ആക്കാം, 6ഉം 12 ആക്കാം. സോ അതിനകത്ത് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അതായത് LCM എന്ന് പറയുന്നത് 12 ആണ്. 12 ആക്കാൻ വേണ്ടി നമ്മൾ ഏതാ സംഖ്യ കൊണ്ട് ഓരോ ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. അത് അംശവും ഛേദവും കുടിക്കണം എന്ന് മാത്രം മറക്കരുത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 0. അല്ലേ ക്വസ്റ്റ്യൻ? 0.09 by 0.003 into 0.6 by 0.12. ഇതൊരു ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ബ്രാക്കറ്റ് വീതം ക്ലിയർ ചെയ്യാം. ഓരോ ബ്രാക്കറ്റ് വീതം ക്ലിയർ ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. 270, 2700, 540, 27,000 എന്ന ഉത്തരവുണ്ട്. ഏതാണ് ശരിയെന്ന് നോക്കുക. കിട്ടിയോ? 24,000 കിട്ടി. 24,000 ആണോ? 27 അല്ലേ? 27,000 ആർക്കെങ്കിലും കിട്ടിയോ നോക്കിയേ. 24 ഇവിടെ നമ്മൾ നേരെ ഒന്ന് ഗുണിച്ചു നോക്കാം. 9 × 6 54 ആണ്. 54 എഴുതിയതിനു ശേഷം എത്ര സ്ഥാനം നീക്കി മൊത്തം മുകളിൽ അംശത്തിൽ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു നോക്കാം. ഇവിടെ 6ന്റെ ഒരു സ്ഥാനമുണ്ട്, 9ന്റെ 0ന്റെ ഒരേ സ്ഥാനമുണ്ട്. അപ്പൊ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. ഇവിടെ ഓൾറെഡി 54 എഴുതി കഴിയുമ്പോൾ 2 സ്ഥാനമേ ഉള്ളൂ. സോ യു ഹാവ് ടു പുട്ട് a 0 in front of 5. 5ന്റെ മുമ്പിൽ ഒരു 0 ഇല്ല. അപ്പൊ നമുക്ക് 3 സ്ഥാനാക്കാൻ പറ്റും. അതുപോലെ 12 × 3 അടിയില് 12 × 3 36 ആണ്. ബട്ട് 36 നമുക്ക് എഴുതിയാൽ പോരാ. കാരണം എത്ര സ്ഥാനം എനിക്ക് പോയിന്റ് ഉണ്ടോ നോക്കണം. 1 2 ഇവിടെ 2 സ്ഥാനമുണ്ട്, 3 2 3 5 സ്ഥാനമുണ്ട്. പക്ഷെ ഇവിടെ 5 സ്ഥാനത്തിന് പകരം ഇവിടെ കിടക്കുന്നത് ആകെ 2 സ്ഥാനമുള്ളൂ. സോ നമ്മള് ഒരു 3 സ്ഥാനം കൂടി ഇടാൻ വേണ്ടിയിട്ട് 3 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. 3 0 36 എഴുതുമ്പോൾ 5 സ്ഥാനം. അപ്പൊ ആദ്യത്തെ ആ ബ്രാക്കറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. 0.054 by 0.0036 ആണ്. അവിടെ കിടക്കട്ടെ, അത് അവിടെ ഇരിക്കട്ടെ കയ്യില്. ഇനി അടുത്ത ബ്രാക്കറ്റിൽ വീണ്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. 0.04 by 0.08.
into 0.003 ഓക്കെ ബൈ 0.27. ഇതാണ് നമുക്ക് അടുത്ത ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് ആണല്ലോ അല്ലെ? വ്യത്യാസമൊന്നുമില്ലല്ലോ. സംഖ്യകൾ മാറിപ്പോയിട്ടോ നോക്കാം. 24,000 ആണോ 27,000 ആണോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ വീണ്ടും .24 എഴുതിയത് ഞാൻ. 0.27 അങ്ങനെയാണോ തെറ്റിപ്പോയേ? അത് കുഴപ്പമില്ല. ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. 0.27 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ 4 × 3 12 ആണ്. മുകളില് എത്ര സ്ഥാനം നീക്കണം നോക്കാം. 1 2 3 4 5 ഉണ്ട്. അപ്പൊ 3 പൂജ്യങ്ങൾ മുമ്പിലിട്ട് കൊടുത്ത് പോയിന്റ് ഇട്ട് ഒരു പൂജ്യം മുമ്പിൽ ചേർക്കാം. അടിയില് 27 × 8 27 × 8 ആണ് നമ്മൾ മൾട്ടിപ്ലൈന്റെ. 27 × 8 16 6 5 16 5 21 216 ആണോന്നാവോ ഗുണിക്കുമ്പോ കിട്ടാം. 216 ഗുണിക്കുമ്പോ കിട്ടും. എന്നിട്ട് 4 സ്ഥാനം നീക്കി പോയിന്റ് വേണം. സോ അവിടെ ഒരു 3 സ്ഥാനം ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. 0.0216 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ വശത്ത് ഇതും കിട്ടി. ഓക്കെ. അപ്പോ ആദ്യത്തെ ബ്രാക്കറ്റിലെ ഉത്തരവും അവിടെ ഉണ്ട്, രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഉത്തരവും അവിടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വെട്ടി ചെറുതാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ വെട്ടി ചെറുതാക്കി ഇപ്പൊ 27,000 ആണോ 24,000 ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയേക്കട്ടാ. ക്ലിയർ ചെയ്യണ്ട. ഈ സ്ക്രീൻ ക്ലിയർ ചെയ്യാണ്. ആദ്യം കിട്ടിയതൊന്ന് വായിക്കാമോ? നമ്മൾ എഴുതി വെച്ചത് എന്താ? 0.054 0.54 by 0.00036. ഓക്കെ. ഇൻറ്റു ഇപ്പൊ കിട്ടിയത് 0.0012 3 0യും 12 3 0യും 1ഉം 2. ഓക്കെ. ബൈ 0.0216. 0.0216. ഓ, ഇവിടെ പക്ഷെ ഇൻറ്റു അല്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നത് ഡിവിഷൻ ആണ്. ഇൻറ്റു അല്ല, ഡിവിഷൻ ആണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. ഓക്കെ, ഡിവിഷൻ ആണ്. അപ്പൊ ഡിവിഷൻ വന്നു. എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മള് ഇവിടെ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ. നമ്മള് സാധാരണ നമ്മളുടെ ഫ്രാക്ഷൻസ് തമ്മിൽ ഹരിക്കേണ്ടി വരുമ്പോൾ, ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻസിനെ നമ്മളൊന്ന് റെസിപ്രോക്കൽ ചെയ്യാം, വിൽക്രമം ചെയ്യുക. അതായത് അംശം ഛേദമാക്കിയും ഛേദം അംശമാക്കിയും ചെയ്യുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ മാറും. 0.54 ബൈ ആദ്യത്തെ ഫ്രാക്ഷന് മാറ്റമൊന്നുമില്ല കേട്ടോ. 0.00036 അങ്ങനെ തന്നെ എഴുതിയതിനു ശേഷം ഇൻറ്റു ഇട്ടിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുക. ഇവിടുത്തെ ഛേദം മുകളിലേക്ക് കൊണ്ടുപോകുക. 0.0216 മുകളിലേക്ക് പോയി അടിയില് 0.00012 എന്ന് എഴുതാം. ഡിവൈഡ് ചെയ്തതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ വെട്ടിച്ചെറുതാക്കി ചെയ്യാം? നിങ്ങൾക്ക് 36 216 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 54 അങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഒരു 0 കൂടെ ഇടണ്ടേ? 0.54 ഒരു 0 കൂടെ ഉണ്ട്. 0.054. ഓക്കെ 0.054 ഉണ്ട്. ശരിയാണ്. നയനിന്റെ ടേബിളിൽ വെട്ടാം. ഇതിന് 9ന്റെ ടേബിളില് അല്ലെ? 9 6 are 54 അല്ലെ? വേണമെങ്കിൽ വെട്ടിക്കൂടെ? അതിന് 6 പ്രാവശ്യം 54ന് വെട്ടിയിട്ട് നമുക്ക് അവിടെ 6 എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ 36നെയും 9 കൊണ്ട് വെട്ടാം. 4 times 36 വെട്ടി അവിടെ 4 times ആണ്. $27,000 കിട്ടിയോ? ആർക്കെങ്കിലൊക്കെ ഇനിയും വേറെ 2-3 പേര് ചെയ്തോ? കുറച്ചു പേര് കാണിച്ചു. ഓക്കെ. ഇതിന്റെ ബാക്കി ക്രിയ ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ വെട്ടി ചെറുതാക്കി അതിനെ ഷോർട്ടാക്കി ആൻസർ 27,000 ആണ് കിട്ടുന്നത്. എല്ലാവരും ചെയ്തു നോക്കട്ടെ. ചെയ്തു നോക്കിയിട്ട് മാത്രം അടുത്ത കണക്കിലേക്ക് പോകും.
മുപ്പത്താറിനെ സോറി 4നെയും 6നെയും വീണ്ടും ചെറുതാക്കാം, അല്ലെങ്കിൽ 4നെ 216 കൊണ്ട് വെട്ടി ചെറുതാക്കാം. 5 പ്രാവശ്യം 5 21 5 പ്രാവശ്യം പിന്നെ 16 4 അപ്പൊ 54 കിട്ടും. 54 × 4 ഇത് വേണമെങ്കിൽ വെട്ടാന്ന് 216 ഈ 4 വെട്ടിയിട്ട് ഇവിടെ 54 എഴുതാം. 54 × 4 ആണ് 216. അതനുസരിച്ച് പോയിന്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. കിട്ടിയോ എല്ലാവർക്കും 27,000? ഓക്കെ, ഒന്നില്ലെങ്കിൽ ഗുണിച്ചിട്ട് നിങ്ങൾക്ക് പോയിന്റ് മാറ്റിയിട്ടിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് വെട്ടിച്ചെറുതാക്കിയും നിങ്ങൾക്ക് പോയിന്റ് മാറ്റിയിട്ടിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. 5 അധ്യാപകരുടെയും കുട്ടികളുടെയും 5 അധ്യാപകരുടെയും 20 കുട്ടികളുടെയും 5 ആണോ 8 ആണോ? എത്രയാ നിങ്ങള്? 5. ഓക്കെ, 5 അധ്യാപകരുടെയും 20 കുട്ടികളുടെയും ശരാശരി വയസ്സ് 20 ആണ്. ഒരധ്യാപകൻ പോയി മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ ശരാശരി 1 കൂടി. ഒരു 1 കൂടിയേട്ടാ ശരാശരിയില്. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്ത്? The average age of 5 teachers and 20 students is 20. One teacher retired and instead another joined. Then the average age increased by 1. What is the difference in their ages? ഇതാണ് ചോദ്യം. നമുക്ക് ആവറേജ് ശരാശരിയൊക്കെ കാണാനുള്ള സമവാക്യമൊക്കെ അറിയാം അല്ലെ? അതിന്റെ ആവറേജ് കാണാനുള്ള സമവാക്യം തുക ബൈ എണ്ണം. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ, അല്ലെങ്കിൽ തുക ബൈ എണ്ണം എന്നറിയാം. ഇവിടെ 5 അധ്യാപകരുടെയും അതുപോലെ തന്നെ 20 കുട്ടികളുടെയും ശരാശരി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാണെന്ന് നമുക്കറിയാം, കണ്ടുപിടിക്കാൻ പറ്റും. 5 അധ്യാപകരും ഉണ്ട്, 20 കുട്ടികളും ഉണ്ട്. അപ്പൊ ആകെ എത്ര പേരുണ്ട് അതിനകത്ത്? എത്ര പേരുണ്ട് അതിനകത്ത്? ആകെ 25. അപ്പൊ അതിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ 20 ആണ്. മൊത്തം ആളുകളുടെ തുക എത്രയാണെന്ന് അറിയില്ല. ഇവരെല്ലാവരും വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. വയസ്സുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 20 ആണെന്നും ഇവരെല്ലാവരും കൂടി കൂട്ടി അധ്യാപകരും കുട്ടികളും കൂടി കൂട്ടി 25 പേരുണ്ടെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് സം കണ്ടുപിടിക്കാം, തുക അല്ലെ? തുക കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 20 × 25 ചെയ്താൽ മതി. സോ 20 × 25 എത്രയാണ് തുക? വയസ്സുകളുടെ തുക എത്ര കിട്ടിയപ്പോ നിങ്ങൾക്ക്? 500 ആണല്ലോ. വയസ്സുകളുടെ തുക നമുക്ക് 500 കിട്ടി. ഇനി അതൊന്നല്ല ചോദിച്ചേക്കണേ. ഇനി അവരോട് ചോദിച്ചേക്കുന്നത് ഇതിൽ നിന്നും ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നു. അധ്യാപകനാണ് പോയത് കേട്ടാ. ഒരാൾ പോയി, അധ്യാപകൻ പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? പോയിന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും? ഒരധ്യാപകൻ പോയി മറ്റൊരാള് വന്നു കഴിഞ്ഞപ്പോൾ ശരാശരി എന്തായി? 1 കൂടി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് വീണ്ടും അതിന്റെ സമം കൂടി കണ്ടുപിടിക്കേണ്ടി വരും. ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നിട്ടുണ്ട്. മൊത്തം ആളുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നോ? ആളുകൾ മാറി വന്നോ? ഇല്ല 25. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേ. ശരാശരി പക്ഷെ 1 കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് തന്നെ ഉപയോഗിച്ച് എഴുതണം. അപ്പൊ ശരാശരി 1 കൂടി എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുന്ന ശരാശരി എത്രയും മാറി? 21 ആയി മാറി. 21 ഇട്ടിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പറിൽ 25 എണ്ണം കൊടുക്കണം. അപ്പൊ നമുക്ക് വീണ്ടും തുകയില് ഒരു വ്യത്യാസം കാണാൻ പറ്റും. 21 × 25 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ 20 × 25 ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 21 × 25 ചെയ്യണം. കാരണം ഒരാള് മാറി പോയി വന്നു, വേറൊരാൾ പകരം വന്നു. അപ്പൊ ചിലപ്പോ ആ ഒരു ഏജിൽ ഉണ്ടായിരുന്ന ചെറിയ വ്യതിയാനമായിരിക്കാം ആവറേജിൽ 1 കൂടാനായിട്ട് സാധ്യത വന്നത് അല്ലെ? ആവറേജ് 1 കൂടാനുള്ള കാരണം ഇതായിരിക്കാം. ആ പോയ ആളിനേക്കാളും എന്താ പറയാ ഏജ് ഇത്തിരി വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ 21 × 25 ചെയ്യും. അപ്പൊ എത്ര കിട്ടി നിങ്ങൾക്ക്? 525 അല്ലെ? അപ്പൊ എത്രയാണ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം? എത്രയാ അങ്ങനെയാണെങ്കിൽ? 25. ആദ്യം ചെയ്തപ്പോ നമുക്ക് 500 ആണ് കിട്ടിയത്. രണ്ടാമത് ചെയ്തപ്പോ നമുക്ക് 525 ആണ് കിട്ടിയത്. അപ്പൊ വയസ്സുകളിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് 25 ആണ്. നിങ്ങളുടെ വയസ്സുകളുടെ വ്യത്യാസം ചോദിച്ചതിൽ 30, 20, 10, 25 എന്ന് ആൻസറിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഈസ് 25. 25 ആണ്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. 3 പാത്രങ്ങളിലായി ഏറ്റവും കുറഞ്ഞത്
എത്ര ലിറ്റർ വീതം അരി ഉണ്ടായാലാണ് 6 ലിറ്റർ 8 ലിറ്റർ 9 ലിറ്റർ വീതം അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിനും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത്? 6 ലിറ്റർ 8 ലിറ്റർ 9 ലിറ്റർ വീതം വേണം. ഏറ്റവും കുറവ് എത്രയുടെ അളവ് പാത്രം ഉണ്ടായാലാണെന്ന്. ഇതെല്ലാം കൂടി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയാമെന്നാണ് ചോദ്യം. What is the least quantity of rice that can be put into the vessels of 6 liter, 8 liter and 9 liter? എന്താ കണ്ടുപിടിക്കുന്നത്? LCM. ഏത് കണ്ടുപിടിക്കണം? യെസ്, ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോളണം. എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM ആണ് കാണേണ്ടത്. എങ്ങനെ നമ്മൾ LCM കാണുക? LCM എങ്ങനെ കാണുക? ഒരു L ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടല്ലേ? 6 ലിറ്റർ 8 ലിറ്റർ 9 ലിറ്റർ ആണ്. അപ്പൊ അത് എങ്ങനെ എഴുതിയതിനു ശേഷം ഇങ്ങനെ ഇടാം, അത് കണ്ടുപിടിക്കാം. എല്ലാത്തിലും കോമൺ ആയിട്ട് അടങ്ങുന്ന പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും നോക്കുക. എല്ലാത്തിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ പ്രൈം നമ്പറുകൾ ഉണ്ടോ എന്ന് നോക്കുക. പ്രൈം അഭാജ്യ സംഖ്യകൾ ഏത് വെച്ച് ചെയ്യാൻ പറ്റും? എല്ലാത്തിനെയും പറ്റുന്നതുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 എണ്ണത്തിനെങ്കിലും ഉണ്ടോ? 2 സംഖ്യ കൊണ്ട് പറ്റും? 2 കൊണ്ട് പറ്റും. ഓക്കെ, 2 3s are 6, 2 4s are 8, but 9 പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 9 അങ്ങനെ തന്നെ ഇറക്കി ചെയ്തു. ഇനി അടുത്തത് വീണ്ടും നോക്കുക. 3. ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഏതെങ്കിലും 2 സംഖ്യകളെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 വെച്ച് പറ്റും. 3 1 is 3, but 3 4 പോകില്ല. 3 3s are 9 അല്ലെ? അപ്പൊ ഇനി ഇതില് 2 എണ്ണത്തിലും കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ പറ്റുമോ? 2ലും 4ലും 3ലും പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മള് എടുത്തെഴുതിയാലും അത് ഉത്തരം അങ്ങനെ തന്നെ വരുള്ളൂ. സോ യുവർ ആൻസർ ഈസ് എന്തായിരിക്കും? ആൻസർ വരിക LCM എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ചെറിയ അളവ് പാത്രം ഏതെടുത്താലാണ് ഈ 6 ലിറ്റർ 8 ലിറ്റർ 9 ലിറ്റർ വീതമുള്ള പാത്രങ്ങളിൽ അത് എന്താ പറയാ ഏറ്റവും ചെറിയ അളവ് കൊണ്ടെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുക എന്നാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ഏറ്റവും കുറഞ്ഞത് എന്ന വലിപ്പമാണ് ചോദിച്ചത് കൊണ്ട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM കാണാനായിട്ട് ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ പോയ ആ സംഖ്യകളെല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? 2 into 3, അതായത് ഇത് 2 into 3 into തീർന്നോ? അത് എത്തിയാ മതിയോ? 4 into 3 ഇത്രയും കൂടി ചെയ്യണം. 2 into 3 into 4 into 3 ഇതെല്ലാം കൂടി ഗുണിച്ച് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് വിൽ ബി ദ LCM. എത്രയാ? 72. 2 into 3 6 into 12 എത്രയാ? 72 ലിറ്റേഴ്സ്. കേട്ടാ, 72. ആൻസറിൽ തന്നിരിക്കുന്നത് 144 ലിറ്റർ 72 ലിറ്റർ 54 ലിറ്റർ 48 ലിറ്റർ എന്നാണ്. 72 ലിറ്റർ അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 72 കിട്ടിയോ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം ആ സംഖ്യയുടെ 1/6 ഭാഗവും കൂട്ടിയപ്പോൾ 30 കിട്ടി. സോ വിച്ച് ഈസ് ദ നമ്പർ? അല്ലെ, 2/3 ഓഫ് എ നമ്പർ ആൻഡ് 1/6 ഓഫ് ദ സെയിം നമ്പർ ആഡഡ് ടുഗദർ ഈസ് 30. രണ്ടും കൂടി കൂട്ടുമ്പോ 30 കിട്ടും. വട്ട് ഈസ് ദ നമ്പർ എന്നാണ്. 2/3 ഓഫ് എ നമ്പർ പറഞ്ഞിട്ടുണ്ട്, 1/6 ഓഫ് ദാറ്റ് സെയിം നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ 2/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? x into 2/3 പ്ലസ് അതുപോലെ തന്നെ അതേ സംഖ്യയുടെ തന്നെ എന്താണ്? 1/6. അതായത് x/6 1 കുടിച്ചാലും അത് തന്നെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ 1 into x into 1/6 അപ്പോഴും x/6 തന്നെ വരുള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോ നമുക്ക് 30 കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ പോലെ കിട്ടിയിട്ടുണ്ട് x into 2/3. അപ്പൊ നമുക്ക് അതെങ്ങനെ എഴുതാം? x into 2/3 2x/3 പ്ലസ് x/6 30 അല്ലെ? കോമൺ ഡിനോമിനേറ്ററിലാക്കാൻ വേണ്ടിയിട്ട് 2 എന്താക്കണം? 6 ആക്കണം അല്ലെ? 6 ആക്കണം കൊണ്ട് എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 ആക്കണം. കാരണം ഒന്ന് 2x/3 പ്ലസ് മറ്റേത് x/6
അപ്പൊ ബൈ 3ഉം ബൈ 6ഉമാണ്. രണ്ടിന്റെയും ഛേദം വ്യത്യസ്തമാണ്, നേരിട്ട് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് 6 ആക്കാൻ പറ്റി. 3നെ 6 ആക്കാൻ 2 കൊണ്ട് വിളിക്കാം, മുകളിലും അതുപോലെ തന്നെ 2 കൊണ്ട് വിളിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 4x പ്ലസ് മുകളിലത്തേത് മറ്റേത് എക്സ് മാത്രമേ ഉള്ളൂ ബൈ 3 × 2 6 ആക്കി. ഇപ്പുറത്ത് ഓൾറെഡി 6 ആണ്. അപ്പൊ അത് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പണി ചെയ്തത്. അപ്പൊ ബൈ 6 അങ്ങനെ തന്നെ എഴുതാം. 30 എടുത്ത് എഴുതാം. ഓക്കെ 30. അപ്പൊ 4x-ഉം 1x കൂടി കൂട്ടിയാൽ എത്രയാണ്? 4x-ഉം 1x-ഉം 5x. യെസ് 5x by 6 സമം 30. 5x by 6 സമം 30. 5x അവിടെ തന്നെ നിർത്താം. 30ന്റെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? 6നെ ഡിവൈഡ് ചെയ്യാം. അത് അപ്പുറത്ത് പോകുമ്പോ എന്താകും? ഇൻറ്റു ആകും. 30 × 6 ആണ്. Therefore 5x എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 × 6 എത്രയാണ്? 180 അല്ലെ? 180. ഓക്കെ 180 ആണ്. Therefore x-ന്റെ വില കാണാനായിട്ട് 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 580 by 5. 180 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും ഉത്തരം? 36. 36 അല്ലെ? 5 18 പോവില്ല, 15 പോകും 3 times. ബാക്കി ഒരു 3 ഉണ്ടായിരുന്നു. ആ 3 ഇപ്പുറത്ത് 0ത്തിന്റെ കൂടെ കൊടുത്താൽ 30 ആകും. 30ല് 5 6 പ്രാവശ്യം. സോ എക്സ് എന്ന് പറയുന്നത് 36 ആണ്. 36 ആണ്. സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 36 ഉണ്ട്, 30 ഉണ്ട്, 27 ഉണ്ട്, 39 ഉണ്ട്. സോ 36 ആണ് നമ്മുടെ ആൻസർ. 36. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വൈകിട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനകത്ത് റൂട്ട് ഉണ്ട്. റൂട്ടൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിയേ. 0.0009 3 പൂജ്യങ്ങളാണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ 0.16. ഓക്കെ പ്ലസ് അതുപോലെ തന്നെ റൂട്ടിനകത്ത് വേറെ 0.0016 ബൈ 0.09. രണ്ട് റൂട്ടുകളാണ് കേട്ടോ. റൂട്ട് വരുമ്പോ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ സംഖ്യയിലേക്ക് ഒന്ന് നോക്കുക, വ്യക്തമായിട്ട് നോക്കുക. പോയിന്റിന്റെ എണ്ണം നോക്കണം. പിന്നെ അറ്റത്ത് കിടക്കുന്ന സംഖ്യകൾക്ക് റൂട്ടുള്ള സംഖ്യയാണോ എന്ന് നോക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ കണക്ക് വേഗം ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി അതിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? ആദ്യത്തെ ഈ ഒരു റൂട്ടിനകത്ത് മോളിലത്തെ സംഖ്യ ആവശ്യത്തിൽ 4 സ്ഥാനമുണ്ട്. അപ്പൊ 4 സ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് റൂട്ടുള്ള സംഖ്യ തന്നെയാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ 4 സംഖ്യ പോയിന്റ് ഒക്കെ കൂടി ഉൾപ്പെടെ 4 ഡിജിറ്റ് ഒക്കെ വരികയാണെങ്കിൽ റൂട്ട്, അതിന് റൂട്ട് ഉണ്ട്. ബിക്കോസ് അതിനകത്ത് കിടക്കുന്ന 4ാമത്തെ സംഖ്യ മാത്രമേ സംഖ്യ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം 0 ആണ്. അപ്പൊ 9ന് ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് 9 എന്ന് പറയുന്ന സംഖ്യക്ക് റൂട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടോ? 9ന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. എത്രയാണ് 9ന്റെ റൂട്ട്? 3 ആണ് 9ന്റെ റൂട്ട്. അവിടെ കിടക്കുന്ന സ്ഥാനം എത്ര നീക്കിയാണോ പോയിന്റ് ഇട്ടേക്കണേ നോക്കുക. അതിന്റെ ജസ്റ്റ് ഹാഫ് ആണ് നമ്മൾ റൂട്ട് കാണിക്കുന്നത്. 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 2 ഡിജിറ്റ് നീക്കിയാണ് പോയിന്റ് വരുന്നത്. അപ്പൊ 0.03. വെരി ഗുഡ്. 0.03 ബൈ അതുപോലെ തന്നെ 0.16 അല്ലെ? 0.16 16ന് റൂട്ട് ഉണ്ടോ എന്ന് നോക്കാം. 16 റൂട്ട് ഉണ്ടോ? 4. ഇനി അവിടെ കിടക്കുന്ന ഡിജിറ്റ്സ് 2 എണ്ണമാണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1 ഡിജിറ്റ് നീക്കി തന്നെ പോയിന്റ്. ഓക്കെ പ്ലസ് അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരിക. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോ നമുക്ക് പ്ലസ് ആണോ ഡിവിഷൻ ആണോ പിള്ളേര്? പ്ലസ് തന്നെയാണ് അല്ലെ? ഓക്കെ പ്ലസ് തന്നെയാണ്. ഡിവിഷൻ ആണോ? അതുപോലെ തന്നെ അടുത്ത ബ്രാക്കറ്റിനകത്തേക്ക് നോക്കുക. നേരെ തിരിഞ്ഞാ കിടക്കുന്നത്, പക്ഷെ പോയിന്റും വ്യത്യാസമുണ്ട്. 0.0016 ആണ്. അപ്പൊ നോക്കുക 16ന് റൂട്ടുള്ള സംഖ്യ തന്നെയാണ് നമുക്കറിയാം. 4 ആണ്. ഒരു 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാൻ കാരണം അവിടെ 4 സ്ഥാനമാണ് കിടക്കുന്നത്. അതുകൊണ്ട് 2 സ്ഥാനം 0.04 ബൈ അടുത്ത 0.09 ആണ്. 9 വരുമ്പോ നമുക്കറിയാം റൂട്ട് ഉണ്ട്. 9ന്റെ റൂട്ട് എത്രയാ? 3 ആണ് അല്ലെ? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി, കാരണം 0.3 ആണ്. അപ്പൊ നേരെ തലതിരിഞ്ഞും മറിഞ്ഞുമാണ് വന്നേക്കണേ. 0.03 ബൈ 0.4 പ്ലസ് 0.04 ബൈ 0.3. ഈ രീതിയിലാണ് കിടക്കുന്നത്. ഇതിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ആൻസർ പറയാം. 100 ഉണ്ട് ഉത്തരം. 5/24 ഉണ്ട് ഉത്തരം. 1/100 ഉണ്ട് ഉത്തരം. 24/5 ഉണ്ട് ഉത്തരം. ഏതാണെന്ന് നോക്കി പറഞ്ഞേ. തെറ്റിക്കരുത്, തെറ്റിക്കാതെ ചെയ്തു നോക്കുക. രണ്ടെണ്ണമൊക്കെ ഉള്ളപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാട്ടോ. കുറെ ഭിന്നസംഖ്യകൾ നിരത്തി പിടിച്ചൊക്കെ വരുമ്പോഴാണ് നമ്മള് എന്താ പറയാ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന പോലെ LCM വെച്ച് ചെയ്താൽ മതി. പക്ഷെ രണ്ടെണ്ണമൊക്കെ ഉള്ളപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണ് 0.03 അതുപോലെ തന്നെ ഏത് കൂടിയാ ഗുണിക്കേണ്ടത്? 0.3 അപ്പൊ എത്രയാ വരിക? 0.009 അതാണ് വന്നേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ. അതെ. അതെ. പ്ലസ് ഇനി അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ 4 കൊണ്ട് 0.04 0.4 കൂടി ഗുണിക്കണം. അപ്പോഴാ 4 16 3 സ്ഥാനം 0.016 ആണ്. ഓക്കെ. ബൈ അടിയില് ഛേദങ്ങളുടെ ഗുണനഫലാണ് 0.4 × 0.3 എത്ര കിട്ടാ? 0.12 അല്ലേ? ഓക്കെ. ഇനി രണ്ടും കൂടി കൂട്ടാം. 0 കൂട്ടുമ്പോ പോയിന്റ് ഇട്ട് കൂട്ടുമ്പോ ശ്രദ്ധിച്ച് കൂട്ടണം. ഇവിടെയാണ് 9 എഴുതണ്ടേ. അതുപോലെ തന്നെ 0. ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരേ സ്ഥാനം നീക്കി പോയിന്റ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. 6 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 6 15 ബാലൻസ് 1 2 ഇവിടെ എഴുതി 0 എടുത്ത് എഴുതി. 0.025 ആണോ? 0.025 by 0.12. നിങ്ങൾക്ക് സീറോസ് കളയാൻ വേണ്ടി പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുണിക്കാം. ഇതിന് 3 ഡിജിറ്റ് ആണ് മാറി പോയിന്റ് കിടക്കുന്നത്. 3 ഡിജിറ്റ് ഉള്ള സംഖ്യയുടെ പോയിന്റ് മാറ്റാൻ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സെയിം 1000 കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ നമ്മള് എന്താണ് പറയാ? 25/120. അതെ. 0. എന്താ പറഞ്ഞു? 0.025 ഡിവൈഡഡ് ബൈ 0.12 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ് കളയാനായിട്ട് 1000 കൊണ്ട് ഗുണിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെയും 1000 കൊണ്ട് തന്നെ ഗുണിക്കണം. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഭിന്നസംഖ്യയിൽ എന്ത് ചെയ്താലും അംശത്തിൽ എന്ത് ചെയ്യണോ അത് തന്നെ ഛേദത്തിൽ ചെയ്യേണ്ടി വരും. LCM കാണുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയാ പോയിന്റ് കളയുമ്പോഴും ഒക്കെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അംശത്തിൽ എന്താണ് ചെയ്യുന്നത് അത് തന്നെ താഴെയും ചെയ്യേണ്ടി വരും. ഇവിടെ കൂടുതൽ പോയിന്റ് കിടക്കുന്ന സ്ഥാനം അംശത്തിലാണ്, ന്യൂമറേറ്ററിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ബിക്കോസ് താഴെ ഡിനോമിനേറ്ററിൽ 0.12 2 ഡിജിറ്റ് നീക്കിയ പോയിന്റ് ഉള്ളൂ. 2 ഡിജിറ്റ് നീക്കി പോയിന്റ് ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് 100 കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. കാരണം മുകളിൽ കൂടുതൽ സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 1000 അതാണ് ഗുണിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 25/120. ഹൗ എങ്ങനെ 120 വന്നു? 12ന്റെ 2 പൂജ്യം കളയാൻ 100 കൊണ്ടും ബാക്കി ഒരു പൂജ്യം അവിടെ ഉണ്ടപ്പ ആ ഒരു പൂജ്യം അവിടെ സെപ്പറേറ്റ് നമ്മൾ 12ന്റെ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കണം. 25/120 ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5ന്റെ ടേബിളിൽ പറ്റും. 5 5 25 5 120 5 2 പ്രാവശ്യം 10 പിന്നെ ഒരു 4 40 20 4 പ്രാവശ്യം 5/24 അതാണ് ആൻസർ. 5/24 കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം കൃത്യമായിട്ട് ചെയ്ത് കണക്ക് ശരിയാക്കുക. തെറ്റിക്കല്ലേ. ഫ്രാക്ഷൻസിന്റെ ഗുണനം, ഹരണം, റൂട്ട് ഒക്കെ വരുന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ച് കൂടുതൽ അങ്ങനത്തെ കണക്ക് നോക്കി. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കേട്ടോ, പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഇത്. അപ്പൊ അങ്ങനത്തെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള പോയിന്റ് ഡെസിമൽ വരുമ്പോ, റൂട്ട് വരുമ്പോ, ഫ്രാക്ഷൻ വരുമ്പോ ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ആളുകൾക്ക്. അത് എത്ര പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തെറ്റിപ്പോകും. പോയിന്റ് ഇടുന്ന സ്ഥാനം മാറിപ്പോകുന്നതാകാം, അല്ലെങ്കിൽ LCM കണ്ടപ്പോ തെറ്റിപ്പോയതാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആ പ്രോബ്ലം മൊത്തത്തിൽ തെറ്റും. ചെറിയൊരു കുഞ്ഞു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഉത്തരം തെറ്റിപ്പോകും. 5/24 കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ഒരാൾ 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു.
10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപയെങ്കിൽ എന്ന് വെച്ചാൽ വാങ്ങിച്ചപ്പോഴുണ്ട് 500 രൂപ. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 രൂപയെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിന്റെ വില എന്ത്? എത്ര രൂപയ്ക്ക് വിറ്റാലാണ് അയാൾക്ക് 15% ലാഭം കിട്ടാന്നാണ് ചോദിച്ചേക്കണേ. ഓക്കെ. A man sold 10 kilogram of apple at a profit of 15%. If the price of 10 kg apple is 500, what is the price of 1 kilogram apple? എന്നാണ്. പത്ത് കിലോഗ്രാം ആപ്പിളിന്റെ വിലയാണ് 500 അല്ലെ? 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500. ഇതിന്റെ 15% കൂട്ടിയിട്ടാണ് അയാൾ വിറ്റേക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? 500 രൂപയാണ് 10 കിലോഗ്രാം ആപ്പിളിന്റെ വില. 15% കൂട്ടി വിൽക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 115/100. അതായത് പെർസെന്റേജിന്റെ ടോട്ടൽ എപ്പോഴും എന്താണ്? 100 ആണ്. ഒരു സാധനത്തിന്റെ വിലയോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മൾ പെർസെന്റേജിൽ പറയുമ്പോൾ 10%, ദാറ്റ് ഈസ് 100ലാണ് പറയുക. എബവ് ദാറ്റ്, അതിനേക്കാൾ കൂടുതലായിട്ട് വിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ 100% ഉറപ്പ് എന്ന് പറയും അല്ലെ. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറയും 110% ഉറപ്പ്, 120% ഉറപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ഒരു ആള് വിൽക്കുന്ന ആ ആപ്പിളിന്റെ വില അയാൾ വാങ്ങിച്ചത് 500 രൂപയ്ക്കാണ്. അതിനൊരു 15% അയാൾക്ക് ലാഭം കിട്ടണം. അതിന്റെ ഒറിജിനൽ വിലയാണ്. പക്ഷെ ഹി ഹാവ് ടു മേഡ് എ പ്രോഫിറ്റ് അല്ലെ, അയാൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം. ആ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് 15% കൂട്ടിയിട്ടാ വിൽക്കണം. അപ്പൊ 115/100, 100ന്റെ ഒപ്പം അത് വാങ്ങിച്ച വില 100, അത് 10%. അതിന്റെ കൂടെയാണ് 10% എക്സ്ട്രാ അയാൾ ഈടാക്കുന്നത്. അപ്പൊ 115/100 എത്ര കിട്ടി? 575. 575. 575 ആണ്. ഇനി ചോദിച്ച ചോദ്യം എന്താ? 1 കിലോഗ്രാമിന്റെ വിലയാ ചോദിച്ചത്. 575 എന്ന് പറയുന്നത് മൊത്തത്തിൽ വിറ്റതിന്റെ വിലയാണ്. സോ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ആപ്പിൾ പെർ kg? പെർ കിലോഗ്രാം എത്രയായിരിക്കും? 57.5. 57.5. ഈ 57.5 എല്ലാവർക്കും മനസ്സിലായോ? 575 എന്ന് പറയുന്നത് 10 കിലോന്റെ വിലയാണ് അല്ലെ. അറ്റ് ദ റേറ്റ് ഓഫ് 575 എന്ന് പറയുന്നത് 10 kg ആണ്. 10 കിലോഗ്രാമിന്റെ വിലയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർ kg ആണ്. എന്ന് വെച്ചാൽ ഇവിടെ വാങ്ങിച്ചേക്കുന്നത് എത്ര രൂപയ്ക്കായിരുന്നു? എത്ര കിലോഗ്രാം ആണ്? 10 കിലോഗ്രാം ആണ്. അപ്പൊ 575നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ 10, 100 ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോ എന്താ ചെയ്യാറ്? ഡിവൈഡ് ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ സാധനം നോക്കേണ്ടി വരുമോ? വേണ്ടല്ലോ. പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഫ്രം വേർ ടു വേർ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാ പോയിന്റ് ഇടേണ്ടത്? എവിടെ നിന്ന് എങ്ങോട്ട് പോയിന്റ് ഇടണം? ഏറ്റവും അവസാനത്തേന്ന് ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നു അല്ലെ. ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തേന്ന് അങ്ങോട്ടേക്ക് ലെഫ്റ്റിലോട്ട് നീക്കണം പോയിന്റ്. റൈറ്റിലേക്ക് നീക്കാം, ലെഫ്റ്റിലേക്ക് നീക്കുന്നുണ്ട്. രണ്ട് രീതിയിലും പോയിന്റുകൾ നീക്കാം. പക്ഷെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ നീക്കേണ്ടത് വലത്ത് നിന്ന് ഇടത്തോട്ടേക്കാ പോയിന്റ് നീക്കാം. അപ്പൊ 10 കൊണ്ട് ഗുണിക്കുമ്പോഴോ ഇടത്തുനിന്ന് വലത്തോട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ ഇപ്പൊ ശരിക്കും 10 കിലോഗ്രാമിന്റെ വില 575 രൂപയാണെങ്കിൽ 1 കിലോഗ്രാമിന്റെ വില 57.5 ആണ് കേട്ടോ. 57 രൂപയാണ് 1 കിലോഗ്രാമിന്റെ വില. അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. റുപ്പീസ് 57.5 ആണ് 1 കിലോഗ്രാമിന്റെ വില. ക്ലിയർ ആയോ? 500 രൂപയ്ക്കാണ് വാങ്ങിച്ചു. 15% പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അതിൽ വാങ്ങിച്ചിട്ട് വിറ്റത്. അപ്പൊ നമ്മൾ 500ന്റെ 115% കണ്ടുപിടിച്ചു. അന്നേരം 575 കിട്ടി. നമ്മളോട് ചോദിച്ചത് എത്ര രൂപയ്ക്ക് വിറ്റേന്നല്ല ചോദിച്ചേ, 1 കിലോഗ്രാമിന്റെ വിറ്റ വിലയാണ് ചോദിച്ചത്. പെർ kgയുടെ ആണ്. അപ്പൊ നമ്മൾ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അതൊക്കെ നിങ്ങൾക്ക് കാണാലോ. 0, 3, 10, 20 ഈ ശ്രേണിയില് അടുത്ത സംഖ്യ ഏതാന്നാണ് ചോദ്യം. ഓക്കെ. 0, 3, 10, 21. ഓക്കെ. നെക്സ്റ്റ് നമ്പർ ഏതാന്നാ ചോദ്യം. ഡാഷ് പറഞ്ഞ വേഗം. 32 ഉണ്ട്, 20 ഉണ്ട്, 36 ഉണ്ട്, 30 ഉണ്ട്. വാട്ട് ഈസ് ദ നമ്പർ? മിസ്സിംഗ് നമ്പർ എന്താണ്? 24. 24 ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ഇനി ഓപ്ഷനിൽ ഇല്ലാത്തതായിരിക്കും നമ്മുടെ ആൻസർ. 24 ഒരാൾ ആൻസർ പറഞ്ഞു.
വേറെ എന്തെങ്കിലും ആൻസർ വരണ്ട നോക്കട്ടെ. വേറെ ആർക്കും ആൻസർ ഇല്ല? നോക്ക് ഇല്ല. ഇവിടെ 0-ൽ നിന്ന് 3-ലേക്ക് എത്ര കൂട്ടിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങള്. 3 കൂട്ടി അല്ലെ? 3-ൽ നിന്ന് 10-ലേക്ക് എത്ര കൂട്ടിയിട്ടുണ്ടെന്ന് നോക്കിയേ. 7. 7. ഓക്കെ. 10-ൽ നിന്ന് 21-ലേക്ക് എത്ര കൂട്ടി? 11. 11 കൂട്ടി. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ അപ്പൊ നോക്ക്, നിങ്ങൾ ആ കൂട്ടി പോയേക്കണ പാറ്റേൺ ഒന്ന് നോക്കിയേ. കൂട്ടി പോയേക്കുന്നത് എത്ര വീതം കൂട്ടിയാന്ന് നോക്ക്. 3ന്റെ കൂടെ 4 കൂട്ടിയിട്ടാണ് 7 വെച്ച് കൂട്ടിയേക്കണേ. മനസ്സിലായോ? 7ന്റെ കൂടെ വീണ്ടും 4 കൂട്ടിയിട്ടാണ് 11-ലേക്ക് എത്തിയേക്കണേ. അപ്പൊ 11 കൂട്ടി അങ്ങനെയാണെങ്കിൽ അടുത്തത്. അപ്പൊ അടുത്തത് അങ്ങനെയാണെങ്കിൽ എത്ര കൂട്ടണം? 15. ഇതിന്റെ കൂടെ, അതായത് ലാസ്റ്റ് കിടക്കുന്ന സംഖ്യയുടെ കൂടെ 15 കൂട്ടണം. കാരണം 11ന്റെ കൂടെ 4 കൂട്ടിയാണ് നമുക്ക് 15-ലേക്ക് എത്താം. 15 21-ന്റെ കൂടെ കൂട്ടണ്ടേ. 15 21-ന്റെ കൂടെ കൂട്ടിയാൽ 36. 36 അല്ലെ? നമുക്ക് തന്നിരുന്ന ഓപ്ഷൻസ് 32, 20, 36, 30. 36 ഉണ്ട് ഓൾറെഡി. നമുക്ക് കിടക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ ഉണ്ട്. 36 ആണ് കറക്റ്റ് ആൻസർ. തെറ്റിച്ച അത് ഒന്ന് തിരുത്തണേ. തെറ്റിപ്പോയത് കുഴപ്പമൊന്നുമില്ല, തെറ്റായാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന ആൻസർ പറയാന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി. കിട്ടിയില്ല എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എന്റെ തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ്. തെറ്റിയാലും കുഴപ്പമില്ല. അപ്പോഴാണ് നമുക്കത് അയ്യോ കുട്ടിയുടെ അത് ഒരാളുടെങ്കിലും തെറ്റിയെങ്കിൽ നമുക്കത് തിരുത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരി ഒരാൾ പറഞ്ഞു അപ്പൊ അത് പക്ഷെ ഇവിടെ കിടക്കുന്ന ആൻസറിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി നോക്കിയതാണെങ്കിൽ നമ്മളുടെ എഴുതുന്നതും തെറ്റാം, ഇവിടെ എഴുതി പോയത് ചിലപ്പോ തെറ്റിപ്പോകാം, മനുഷ്യന്മാരല്ലേ. അപ്പൊ അങ്ങനെ തെറ്റാകാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോ ചിലപ്പോ അത് കറക്റ്റ് ആയിട്ട് വരും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലായിരുന്നു. ആണോ? ഇപ്പൊ ചെയ്തു പോയപ്പോ ഞാൻ ആദ്യത്തെ 2 നമ്പർ കണ്ടപ്പോഴത്തേക്ക് 1² - 1, 2² - 1 അങ്ങനെ പോയി. അതുകൊണ്ടാ പറഞ്ഞ അങ്ങനെ. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം. അതെന്തിയെ? ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ തുടക്കം തന്നെ. കിട്ടിയിട്ടില്ല. ഇപ്പൊ മിസ് പറഞ്ഞ ചെയ്തോണ്ടായിരിക്കണത്. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ഒപ്പം കൂട് വരുമായിരുന്നു. ആണോ? അല്ലടാ ഇവിടെ ബാക്കി ആർക്കും കിട്ടാത്തതാണോ? അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നില്ലേ? സുരഭി, നൗസിയ. മിസ്സേ അതാണോ വരാത്തെന്ന് അറിയില്ല. ഞാനിപ്പോ മിസ്സിന്റെ കൂടെ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞ അങ്ങനെ ചെയ്തു പോവാ. ആണോ? മാത്സിന്റെ ഇനി ആക്സിഡന്റലി ആരെങ്കിലും വരാതിരിക്കുമ്പോ നമ്മൾ കയറുകയാണെങ്കിൽ മാത്രമേ തലേദിവസം ക്വസ്റ്റ്യൻ തരാതിരിക്കുള്ളൂ. അല്ലാതെ മാത്സിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ തലേദിവസം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടാണ് കയറുന്നത്. പെട്ടെന്ന് ഇപ്പൊ സാറിന്റെ ക്ലാസ്സോ റഫീഖ് സാറിന്റെ ക്ലാസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും പെട്ടെന്ന് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. ഇപ്പൊ വൈകുന്നേരം ആയിരിക്കും വിളിച്ചു പറയാ നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാം. അപ്പൊ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറും. അന്നേരം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അവർക്കത് കൊടുക്കാൻ. അന്നേരം എല്ലാ ദിവസവും ഓരോ രീതിയിൽ അവിടെ ടെക്നിക്കലിലും അവർക്ക് അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ ഓരോ ദിവസം അങ്ങനെ സെറ്റ് ചെയ്താ പോകുന്നത്. പിന്നെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് നേരത്തെ തരാറുള്ളൂ. അപ്പൊ അത് വരുമ്പോ അത് ചെയ്ത് അവര് നിങ്ങൾക്ക് തന്നാലേ നമുക്ക് ക്ലാസ്സിൽ കയറിയിട്ട് നമ്മളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ കുറെ വലിയ ചോദ്യമൊക്കെ ആകുമ്പോഴേ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ് ആൻസർ പറയുമ്പോൾ ഒരുപാട് ഡിലേ വരും, ലാഗ് വരും. അതില്ലാതിരിക്കാനാണ് ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കയറേണ്ടി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയോ? എളുപ്പത്തില് അതായത് വലിയ ക്വസ്റ്റ്യൻസ് അല്ലാതെ ക്രിയകൾ മാത്രമായിട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അങ്ങനെ 2-3 ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ എടുത്തില്ലേ നമ്മള്? കഴിഞ്ഞ ക്ലാസ് അങ്ങനെ കഴിഞ്ഞ ക്ലാസ് ഞാൻ അങ്ങനെ എടുത്തു. കാരണം പെട്ടെന്ന് ഒരാളുടെ ഇല്ലാതായി കഴിഞ്ഞപ്പോ കയറേണ്ടി വന്നു. ഒരു സാറ്റർഡേയിൽ കയറി അങ്ങനെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമേ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുക്കാതുള്ളൂ. അല്ലാതെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് കിട്ടിയോ, ഒന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കയറുക കേട്ടോ. ഓക്കെ. അപ്പൊ 36 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഒരു ബോത്ത് മാസ് തന്നെയാണല്ലോ അല്ലെ? ഒന്ന് വേഗം ഉത്തരം പറഞ്ഞേ. 20 × 5 + 3 - 6 × 5 ഇതാണ് ചോദ്യം.
ചിലപ്പോഴൊക്കെ ഒരു ഹരണം വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതാണോ ക്വസ്റ്റ്യൻ? ഇത് ബോത്ത് മസ്റ്റ് ചെയ്യാനല്ല, മീൻസ് സോറി ചോദ്യം ഇൻഡു എന്നുള്ളടത്ത് മൈനസ് ആകണം അല്ലെ? അങ്ങനെയാണ് ചോദ്യം. അതായത് ഒരു കുറച്ച് സജഷൻസ് ഉണ്ട്. ഇൻഡു എന്നതിന് മൈനസ് ആയിട്ടും പ്ലസ് എന്നത് ഹരണമായിട്ടും ഓക്കെ, ആൻഡ് മൈനസ് എന്നത് പ്ലസ് ആയിട്ടും, ബാക്കി ഭാഗം അവിടെ ഉണ്ടായി. പിന്നെന്താ, ഹരണം എന്നത് ഇൻഡു ആയിട്ടുമാണ് നമ്മളോട് വായിക്കാൻ പറഞ്ഞേക്കണേ. അതനുസരിച്ച് പ്രോബ്ലം ചെയ്യാനാ പറഞ്ഞേക്കണേ കേട്ടാ. ഹരണം എന്നുള്ളത് ഇൻഡു. അപ്പൊ ഇവിടെ കിടക്കുന്ന ആ സാധനത്തിൽ കുറെ ചിഹ്നങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡുവിന് പകരം എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു? ഇൻഡുവിന് പകരം മൈനസ്. 20. ഇൻഡുവിന് പകരം ഇവിടെ മൈനസ് ഇടണം. ഇൻഡു എന്താ പറയാ 20 മൈനസ് 5 എന്നാക്കണം. ഇനി പ്ലസിന് പകരം എന്താക്കണം എന്ന് പറഞ്ഞേ? അതെ, പ്ലസിന് പകരം ഹരണം. അപ്പൊ പ്ലസിന്റെ സ്ഥാനത്ത് ഹരണം കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 3 എടുത്ത് എഴുതി. ഓക്കെ, ഇനി അടുത്തത് മൈനസിന് പകരം എന്താക്കണമെന്ന് പറഞ്ഞേ? പ്ലസ് ആക്കണമെന്ന് പറഞ്ഞു. മൈനസിന് പകരം പ്ലസ് ആക്കണമെന്ന് പറഞ്ഞു. ദെൻ ഹരണത്തിന് പകരം എന്താക്കണമെന്ന് പറഞ്ഞു? ഇൻഡു ആക്കി. അതെ, ഇനി ഇങ്ങനെ ഇൻഡു ആക്കിയതിനു ശേഷം നിങ്ങൾ ബോത്ത് മാസ് ഉപയോഗിക്കാം കേട്ടാ. ചിഹ്നങ്ങൾ മാറ്റി അവർ പറഞ്ഞ രീതിയിലുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ച് ചിഹ്നങ്ങൾക്ക് മറ്റൊരു ചിഹ്നമായിട്ട് അവരെങ്ങനെ ഇതാക്കിയേക്കാണ്. ഹരണം എന്ന് പറയുന്നത് ഇൻഡുവിന് ഈക്വൽ ആണ്, മൈനസ് എന്ന് പറയുന്നത് പ്ലസിന് ഈക്വൽ ആണ്, ഇൻഡു എന്ന് പറയുന്നത് മൈനസിന് ഈക്വൽ ആണ്, പ്ലസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഈക്വൽ ആണ്. എങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഇത് മാറ്റിയിട്ടുള്ള ചിഹ്നം ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ആൻസർ വരാമെന്ന് പറഞ്ഞേ? 55 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, 35 ഉണ്ട്. ഏതൊക്കെയാണോ? 35 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്തു? ഈ 5 കൊണ്ട് ഹരിക്കാൻ 20 മൈനസ് 5 എന്നുള്ളത് പൈ എഴുതി. അങ്ങനെയല്ലേ ചെയ്തേ? 20 മൈനസ് 5 എന്നുള്ളത് ഹരണ 3 ഇങ്ങനെ ഇട്ട് എഴുതി. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ കിട്ടില്ല. പ്ലസ് പിന്നെ പറഞ്ഞത് എന്താ പറഞ്ഞ 6 ഇൻറ്റു 5 ആണ്. പ്ലസ് 6 ഇൻറ്റു 30 ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ 20 5 കുറച്ചാൽ 15 ആണ്. 15/3 പ്ലസ് 30. 5/3 എത്രയാ? 15 3 കറക്റ്റ് ആയിട്ട് പോകുമല്ലോ. 5 5 30 കൂട്ടി കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 35. അങ്ങനെയാണ് 35 ആൻസർ വന്നത്. കിട്ടിയല്ലോ അല്ലേ? കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 4 ഇൻറ്റു 7 സമം 39. ദെൻ 8 ഇൻറ്റു 7 എത്ര? 4 ഇൻറ്റു 7 എന്ന് പറയുന്നത് 39 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 39 എങ്കിൽ 8 ഇൻറ്റു 7 എത്ര? 8 ഇൻറ്റു 7ന്റെ വില എന്താണെന്നാണ് ചോദ്യം. 4 ഇൻറ്റു 7 എങ്ങനെ 39 ആയി? ആ രീതിയിൽ നമ്മൾ 8 ഇൻറ്റു 7 കാണുന്നു. 67. എത്ര? 67. 67. 4 ഇൻറ്റു 7. 4 ഇൻറ്റു 7 പറയാടാ. 4 ഇൻറ്റു 7 39 ആയി. നമുക്കറിയാം 4 ഇൻറ്റു 7 39 അല്ല നമുക്കറിയാം. 4 ഇൻറ്റു 7 ശരിക്കും എത്രയാണ്? 28. 4 7s are 28 അല്ലെ? 28 ആണ്. 4 ഇൻറ്റു 7 28 ആണ് നമുക്കറിയാം. പക്ഷെ അവര് പറയുന്നു 39 ആണെന്ന്. എന്ന് വെച്ചാൽ 39 കിട്ടണം. ഇതെങ്ങനെയാണ് 4 ഇൻറ്റു 7 39 ആകുക? ഈ 28ന്റെ കൂടെ എത്ര കൂടിയാൽ 39 ആകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 11 കൂടണം. സോ ഇനി നമുക്ക് ആ 11ലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 11 ഈ 4ഉം 7ഉം വെച്ച് 11 ഏതെങ്കിലും രീതിയിലാക്കാൻ പറ്റുമോ? 7 + 4. യെസ്, 7 + 4 അല്ലെ? 4 + 7 11 ആണ്. നോക്കിയേ, 7 + 4 അല്ലെങ്കിൽ 4 + 1 സോറി 4 + 7 11 ആണ്. അപ്പൊ 28ഉം 11ഉം ആയി. കൂട്ടിപ്പോ 39 ആയി. കണ്ടല്ലോ?
അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇതിനെ ആക്കണം. 8 × 7 8 × 7 എത്ര അങ്ങനെയാ വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ 56 56 15 അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 പേരും കൂടി കൂട്ടിയിട്ടല്ലേ അടുത്ത പാറ്റേണിൽ എഴുതണ്ട? അങ്ങനെയാണെങ്കിൽ 15. Then what is the answer? എത്ര? 71. യെസ്, 71 ആണ് ആൻസർ. ഓക്കെ, തെറ്റിക്കരുത്. അപ്പൊ വീണ്ടും ശ്രദ്ധിക്കുക. അതായത് ഇതുപോലുള്ള പാറ്റേണിലൊക്കെ തരുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക, തന്നേക്കണ പാറ്റേണിൽ ഏത് രീതിയിലാണ് അതങ്ങനെ വന്നേക്കണേ നോക്കുക. അപ്പൊ ഇനി അതിന്റെ കൂടെ എത്ര കൂട്ടുകയോ കുറക്കുകയോ എന്താണോ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കുക. അപ്പൊ ആ സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മറ്റേ സംഖ്യനെ വെച്ച് ചെയ്യാൻ പറ്റുക? ആ തന്നിരിക്കുന്ന ഡിജിറ്റുകൾ വെച്ചിട്ട് തന്നെയുള്ള കളിയായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ട്രിക്സ് നമ്മൾ ആലോചിക്കണം അന്നേരം. അപ്പൊ 8 നോക്കിയ 4 പേരും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 28 പക്ഷെ നമുക്ക് പറഞ്ഞേക്കത്തെ ഒരു 39. അപ്പൊ 28ന്റെ ഒപ്പം കുറച്ചേക്കല്ല കൂട്ടിയേക്കാണെന്ന് മനസ്സിലായല്ലോ. 11 കൂടിയേക്കാണ്. 28ന്റെ ഒപ്പം ഒരു 11 കൂടി കൂടിയിട്ടാണ് അവിടെ 39 ആയിക്കണേ. അപ്പൊ 11 എങ്ങനെ കിട്ടും? ഇനി വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് എഴുതിയാ പോരല്ലോ, ഏതെങ്കിലും തമ്മിലുള്ള ഡിജിറ്റുകൾ ആഡ് ചെയ്തിട്ടാണ് 11 വന്നേക്കണേ. അപ്പൊ നിങ്ങൾക്ക് തന്നേക്കണ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നോക്കാം. 4 പേരും കൂട്ടിയാൽ 11 അല്ലെങ്കിൽ കുറച്ചിട്ടാണോ നോക്കാം. ഏത് രീതിയിലാണോ അതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഈസ് ദ ഓഡ് വൺ? ഒറ്റപ്പെട്ടത് ഏതാന്നാ ചോദിച്ചേ. ACFG, PRUV, MPST, KMPQ. ഓഡ് വൺ ചെയ്യാനാണ്. ഓഡ് വൺ ഒറ്റപ്പെട്ടത്. ഓഡ് വൺ ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ACFG ഇതാണോ? അടുത്തത് ഏതാ? PRUV ഇതാണോ? MPST or KMPQ ഏതാണോ ഇഷ്ടപ്പെട്ടത്? നമുക്ക് നോക്കാം. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇതിന്? ഈ പാറ്റേൺസിൽ എഴുതിയേക്കണേ ACFG. എ കഴിഞ്ഞ് ഇവിടെ ഒരു വിടവില് ഒരു ലെറ്റർ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട്. ABC അല്ലെ? എ കഴിഞ്ഞ് ബിനെ എന്താ പറയാ സ്കിപ്പ് ചെയ്തിട്ടാണ് സിയിലേക്ക് പോയേക്കണേ. അത് ഇനി FG ഒരുമിച്ച് ചെയ്തു. അടുത്തത് PRUV. അവിടെ എന്താ? PQR അല്ലെ? PQRUV. അപ്പൊ Q ആണ് അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോയേക്കണേ. തൊട്ടടുത്ത 3 അക്ഷരങ്ങൾ അപ്പൊ അടുത്തടുത്ത് വന്നിട്ട് 2 മനസ്സിലായി. ABC സ്കിപ്പ് ചെയ്ത് സിയിലേക്ക് എത്തി. PQ സ്കിപ്പ് ചെയ്ത് ആറിലേക്ക് എത്തി. അടുത്തതോ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരണം? MN സ്കിപ്പ് ചെയ്ത് എന്ത് വരണമായിരുന്നു? O വരണമായിരുന്നു. M കഴിഞ്ഞ് N സ്കിപ്പ് ചെയ്തിട്ട് O വരണമായിരുന്നു. സോ ഇതവിടെ ഇരിക്കട്ടെ. അപ്പൊ ആ ഒരു പാറ്റേണിൽ അത് വന്നിട്ടില്ല. അടുത്തത് ഒന്നും കൂടി നോക്കിയേക്ക്. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയാണെന്ന് നമുക്ക് നോക്കാലോ. KLM അല്ലെ? KLM അവിടെ എന്ത് സ്കിപ്പ് ചെയ്തിട്ടാ വന്നേക്കണേ? എല്ലിനെ സ്കിപ്പ് ചെയ്തിട്ടാണ് എമ്മിലേക്ക് പോയിക്കണേ. സോ ബാക്കിയെല്ലാ ലെറ്റേഴ്സിലും എന്താ പറയാ തൊട്ടടുത്ത ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലെറ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ MPST മാത്രമാണ് ഇത് വരാത്തത്. സോ ദ ഓഡ് വൺ ഇൻ ദ ഗിവൺ ഗ്രൂപ്പ്, ആ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ MPST ആണ് ഓഡ് വൺ ആയിട്ടുള്ളത്. റൈറ്റ്? മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് വീണ്ടും അത് തന്നെയാണോ? കൂട്ടത്തിൽപ്പെടാത്തത് തന്നെയാ. വീണ്ടും സംഖ്യകൾ വെച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെടാത്തതാണ്. 144, 324, 576 and 196. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ആരാ നോക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? പറയാം. 144 ഉണ്ട്, 324 ഉണ്ട്, പിന്നെ എത്ര 576 ഉണ്ട്, പിന്നെ 196. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാന്നാ ചോദിച്ചത്. 324 ബാക്കിയെല്ലാം സ്ക്വയർ ആയിട്ട് വരുന്നതാണ്. എത്ര? 324 324. എല്ലാവർക്കും 324 നോക്കിയേ. ഹൗ ഇങ്ങനെ 324 എന്തുകൊണ്ടാണ്? മറ്റെല്ലാം സ്ക്വയർ ആയിട്ട്
സ്ക്വയേഴ്സ്. സ്ക്വയർ. ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആണോ? അതാണോ? 324 ഇന്ത്യൻ സ്ക്വയർ അല്ല, 18ന്റെ 18ന്റെ സ്ക്വയർ ആണല്ലോ. 18ന്റെ സ്ക്വയർ ആണ് 324. 18ന്റെ സ്ക്വയർ 144 12ന്റെ 526 576 24ന്റെ സ്ക്വയർ ആണ് 196 14. 16. 14ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. പിന്നെന്താ വ്യത്യാസം? 14 196ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. 12ന്റെ സ്ക്വയർ ആണ് 144. 18ന്റെ സ്ക്വയർ സം 9 വരുന്നതാണ്. മീൻസ് ഈ അവിടെ കിടക്കുന്ന ഡിജിറ്റ്സ് കൂട്ടുമ്പോ 9 വരുന്നോ? രണ്ടെണ്ണം അങ്ങനെയായിരുന്നു. ആ യെസ്. അങ്ങനെ അപ്പൊ അതല്ല വ്യത്യാസം. നിങ്ങൾ കണ്ടെത്തിയ സംഖ്യകളില് ശരിക്കും പറഞ്ഞാൽ 196 ആണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. ഹൗ? എന്തുകൊണ്ടാന്ന് ചോദിച്ചാ ബാക്കിയെല്ലാം ഇല്ലേ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ സ്ക്വയേഴ്സ് ആണ്. ബാക്കിയെല്ലാം 3ന്റെ ഗുണിതങ്ങളുടെ വർഗങ്ങളാണ്. മനസ്സിലായോ? ഓക്കെ അല്ലെ? 12 3ന്റെ ഗുണിതം അല്ലേ? 3 4 12 3 4 12 ആണോ? 3 × 6 18 18 എന്ന് പറയുന്നതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ്. 24 3 × 8 24. അപ്പൊ അതും എന്താ പറയാ 3ന്റെ ഗുണിതമാണ്. ബട്ട് 14 3ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ വന്നുണ്ടോ? 14 ഇല്ല. വന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ചൂസ് ചെയ്യേണ്ട ഓർഡർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 196 ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ. അപ്പൊ ഇനി 2 ക്വസ്റ്റ്യൻസ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസത്തേക്ക് നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ബൈ.